നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. കാരണം ഇന്ന് മകരച്ചൊവ്വയാണ്. കൂടാതെ ഇന്ന് മൂന്നാം പിറയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഇന്നത്തെ ദിവസം ഈ വിശേഷപ്പെട്ടതായ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ചില ശുഭ ലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ ഈ ലക്ഷണങ്ങൾ പ്രകടമാകും എന്നതാണ് വാസ്തവം. ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഏറ്റവും ശുഭ കാര്യങ്ങളുടെ മുന്നോടിയായി ഈശ്വരനായി തന്നെ നൽകുന്ന ലക്ഷണങ്ങളാണ്. നിങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാകാം, പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്നവരാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നു ചേരുന്നു എന്നർത്ഥമാക്കാം. ഏവരും ദേവിയുടെയോ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവന്റെയോ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്നേ ദിവസം ആദ്യത്തെ ശുഭലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോൾ ഉണരുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇന്നേ ദിവസം അതിരാവിലെ ഉണരുവാൻ സാധിക്കുന്നത് അത് ബ്രാഹ്മമുഹൂർത്തത്തിലാകാം, അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപാകാം. ഇന്നേ ദിവസം ആരോ നിങ്ങളെ വിളിച്ചുണർത്തുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു എങ്കിൽ അത് ശുഭകരമാണ്. പ്രത്യേകിച്ചും അതിരാവിലെ ഉണരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു പാദസരത്തിന്റെ കിലുക്കം കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. അപ്രകാരം ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണരുന്നത് എങ്കിൽ, ഉണർന്നതിന് ശേഷം അത് കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി കണക്കാക്കാം. ഇന്നേ ദിവസം രണ്ടു നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശുഭലക്ഷണം. അത് നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ തടസ്സങ്ങൾ കൂടാതെ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ധാരാളമായി പൂക്കൾ വിടർന്നിട്ടുണ്ടാകും എന്നതും മറ്റൊരു ശുഭസൂചകമാണ്. മറ്റു ദിവസങ്ങളുടെ പോലെ ആകില്ല എന്നതാണ് വാസ്തവം. മറ്റു ദിവസങ്ങളെക്കാൾ വ്യത്യസ്തമായി നിങ്ങൾക്ക് ധാരാളം പൂക്കൾ വീടുകളിൽ വിടർന്നിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതൊരു ശുഭലക്ഷണമാണ്. മുൻപത്തെ ദിവസത്തേക്കാൾ കൂടുതലായി എന്നർത്ഥമാക്കാം. അപ്രകാരം കാണുന്നു എങ്കിൽ അത് ഭാഗ്യമാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം വീടുകളിൽ, അതായത് പറമ്പിൽ, സർപ്പത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ സാന്നിധ്യം, പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പാമ്പ്, അതായത് ചേരയെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. കൂടാതെ ഉപ്പനെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുന്നു അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം അത് രാവിലെയാണ് എങ്കിലും സന്ധ്യയ്ക്കാണ് എങ്കിലും കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം കീരി എന്ന ജീവി നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിശയിൽ പ്രത്യേകിച്ചും കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. ധനനേട്ടങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ, അടുക്കളയിൽ പ്രത്യേകിച്ചും പാല് തിളപ്പിക്കുന്നതായ അവസരത്തിൽ പാല് തിളച്ചു പോകുന്ന സാഹചര്യം, ഇത് അറിയാതെ സംഭവിച്ചാലാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം അറിയാതെ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകാര്യങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ്. ഐശ്വര്യവർദ്ധനവിനെ അർത്ഥമാക്കാം എന്നതാണ് വാസ്തവം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ, പ്രത്യേകിച്ച് കാക്കയ്ക്കോ ആഹാരം ജലം നൽകുമ്പോൾ അവയത് സ്വീകരിക്കുന്നു എന്നതും ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാണ്. ഇന്നേ ദിവസം കാക്കയോ മറ്റ് ജീവികളോ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, ധാന്യങ്ങൾ, കമ്പുകൾ നിങ്ങളുടെ വീടുകളിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം. ഇനി പരാമർശിക്കാൻ പോകുന്ന ലക്ഷണം, അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിൽ അനുഭവപ്പെടുന്ന സന്തോഷമാണ്.
പല കാര്യങ്ങളിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതൊരു നിമിഷം മറന്ന് മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരും. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നതായ സാഹചര്യം അത് നിങ്ങൾ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിലോ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ സംഭവിക്കുന്നതാകാം. അറിയാതെ കണ്ണുകൾ നിറയുക, രോമാഞ്ചം അനുഭവപ്പെടുക, അതും ശുഭ ലക്ഷണം തന്നെയാണ്. ഇന്നേ ദിവസം ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്നും നീല ശംഖുപുഷ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് ശുഭലക്ഷണമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുന്നതായ സാഹചര്യം അതും ശുഭ സൂചകമാണ്. അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മധുരം ഇന്നേ ദിവസം ലഭിക്കുക, ദൈവിക ചിത്രങ്ങൾ ഇന്നേ ദിവസം ലഭിക്കുക, ഇതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം. ഒറ്റ സംഖ്യയിൽ നീല ശംഖുപുഷ്പം ധാരാളമായി പൂക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം. പൂക്കുന്നത് ശുഭലക്ഷണമാണ് എങ്കിലും ഒറ്റ സംഖ്യയിൽ പൂക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി നേട്ടമാണ് എന്നതാണ് വാസ്തവം. മുഖത്ത് പ്രത്യേകമായ ഒരു പ്രഭ, ഭംഗി നിങ്ങൾക്ക് പതിവിലും കൂടുതലായും അനുഭവപ്പെടുന്നതാണ്. അത് സൗഭാഗ്യത്തിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം തുളസിത്തറയിൽ പ്രത്യേകിച്ചും പല്ലിയെ അപ്രതീക്ഷിതമായി കാണുകയാണ് എങ്കിൽ അത് പൂജാമുറിയിലാണ് എങ്കിലും അത് ധനനേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പണം ലഭിക്കാനുണ്ടാകാം. എന്നാൽ ആ പണം ലഭിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച പണമാകാം. എന്നാൽ ഇന്നേ ദിവസം കുറച്ചെങ്കിലും പണം തിരികെ ലഭിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ശുഭ സൂചകം തന്നെയാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ചും വീട്ടിലേക്ക് മയിൽ വരികയാണ് എങ്കിൽ അത് നല്ല കാര്യങ്ങളുടെ ആരംഭമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ ആ ദീപം തെളിയും, ആ നാളം തെളിഞ്ഞു നിൽക്കും. കൂടാതെ നിങ്ങൾ പതിവിലും വിപരീതമായി വിളക്ക് തെളിയുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് വരാം. സാധാരണ തെളിയുന്നതിനേക്കാൾ കൂടുതൽ നേരം, ദീർഘനേരം വിളക്ക് തെളിഞ്ഞു എന്നും വരാം. അതും ശുഭ സൂചകം തന്നെയാണ്. ഇന്നേ ദിവസം വീടുകളിൽ പതിവില്ലാതെ സുഗന്ധം അനുഭവപ്പെടുക. എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. എന്നാൽ സുഗന്ധം ആ വീടുകളിൽ പരക്കും. അതും ഒരു ശുഭ സൂചകം തന്നെയാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില വാർത്തകൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടക്കേണ്ടതായ കാര്യങ്ങൾ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നടക്കുന്നതായ സാഹചര്യം, ചില തടസ്സങ്ങൾ ഒഴിയുന്നതായ സാഹചര്യം, അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുകയാണ് എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ഇന്നേ ദിവസം കൂടുതലായും ദേവി ചിത്രങ്ങളോ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവന്റെ ചിത്രങ്ങളോ ധാരാളമായി നിങ്ങൾ കാണുന്നതായ ഒരു സാഹചര്യം, അത് പല ആവർത്തിയായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നു എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ശുഭ സൂചകം തന്നെയാണ്. ഇന്നേ ദിവസം നിങ്ങൾ പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ സമർപ്പിച്ചിട്ടുള്ളതായ പുഷ്പങ്ങൾ ആ ദേവതയ്ക്ക് സമർപ്പിച്ച് ആ ദേവതയിൽ നിന്നും താഴേക്ക് വീഴുന്നു. നിങ്ങൾ സമർപ്പിച്ച പുഷ്പങ്ങളിൽ ഒരു പുഷ്പമെങ്കിലും ഇപ്രകാരം വീഴുന്നു അല്ലെങ്കിൽ ഇളക്കം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചനയാണ്. താഴെ വീണല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതായിട്ടില്ല. അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും.
ഇന്നേ ദിവസം ദേവതാ ചിത്രങ്ങൾ, പ്രത്യേകിച്ചും പരമശിവന്റെ ചിത്രങ്ങളോ ദേവിയുടെ ചിത്രങ്ങളോ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, അനുഭവവേദ്യമാകുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ്. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാകണം എന്നില്ല. ഇതിൽ ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം പച്ചരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ധനഭാഗ്യവുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീടുകളിലുള്ള ഒരു വെളുത്ത വസ്ത്രം, ആ വസ്ത്രത്തിന് വളരെ ശുദ്ധിയുള്ളതായിരിക്കണം. കഴുകി ഉണക്കിയ വസ്ത്രമാണ് എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ തുണിയിൽ പച്ചരി, അത് ഒരു പിടി പച്ചരിയാണ് എങ്കിലും നിങ്ങൾക്കിടാം. അതോടൊപ്പം 1 രൂപ നാണയം കൂടി മുകളിൽ വെച്ച് അത് ചെറിയ കിഴിയായി കെട്ടണം. കെട്ടി കയ്യിൽ പിടിക്കുന്നത് ഉത്തമമാണ്. ഇപ്രകാരം ചന്ദ്രനെ ദർശിക്കുന്നതായ അവസരത്തിൽ ഇത് കയ്യിൽ കരുതുന്നത് ഇരട്ടി ഫലദായകമാണ് എന്നാണ് പറയുക. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം. ഇതിലുള്ള നാണയം നിങ്ങൾക്ക് പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ കിഴി അപ്പാടെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതായിരിക്കും ഏറ്റവും ഉത്തമം. 21 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. 21 ദിവസങ്ങൾക്ക് ശേഷം ഈ അരി ഉൾപ്പെടെ നിങ്ങൾക്ക് പായസം തയ്യാറാക്കാൻ ഉപയോഗിക്കാം. 1 രൂപ നാണയം നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഈ ഒരു സമയം ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇനി ഇന്നേ ദിവസം ജപിക്കേണ്ടതായ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ മന്ത്രങ്ങൾ ഇപ്രകാരമാകുന്നു. അതിൽ ആദ്യത്തേതായ മന്ത്രം മുൻപ് പരാമർശിച്ചു, പഞ്ചാക്ഷരി മന്ത്രമാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ഇന്നേ ദിവസം 108 ജപിക്കുന്നത് അതീവ വിശേഷമാണ്. കൂടാതെ ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു മന്ത്രം ഓം ചന്ദ്രശേഖരായ നമഃ, ഓം ശശിധരായ നമഃ, ഓം ചന്ദ്രകലാധരായ നമഃ എന്നാണ്. ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ചന്ദ്രശേഖരായ നമഃ, ഓം ശശിധരായ നമഃ, ഓം ചന്ദ്രകലാധരായ നമഃ, ഓം ചന്ദ്രശേഖരായ നമഃ, ഓം ശശിധരായ നമഃ, ഓം ചന്ദ്രകലാധരായ നമഃ. ഈ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ജപിക്കണം. ചാന്ദ്രദർശനം നടത്തുന്നതായ സമയത്ത് ഈ മന്ത്രം ജപിക്കാം. ഇനി അഥവാ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ നിത്യവും ആരാധിക്കുക. തീർച്ചയായും മറ്റൊരവസരത്തിൽ അതിനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ മന്ത്രം ഇന്നേ ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപായെങ്കിലും ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തന്നെ ഈ മന്ത്രം ജപിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും.